ഈ സീസണിലെ മണ്ടൻ ഇവൻ തന്നെ എന്ന പട്ടം ജിൻഡോക്ക് കൊടുത്തു. ശരിക്കും അത് രാജാവിൻ്റെ കഥയാണെന്ന് ആരാധകർ. ബിഗ് ബോസിലെ രാജാവ് എന്ന് മുൻപ് പല സീസണുകളിലും ആരാധകർ പറയുമായിരുന്നു. എന്നാൽ ഈ സീസണിൽ അങ്ങനെ ഒരു രാജാവിനെ കണ്ടെത്താൻ പലർക്കും സാധിച്ചില്ല. പകരം മണ്ടനെന്നും പൊട്ടനെന്നുമൊക്കെ പരിഹസിക്കപ്പെട്ട താരമാണ് ജിൻഡോ. നിറത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒക്കെ പേരിൽ താരം വിമർശിക്കപ്പെട്ടു. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ എത്തുമ്പോൾ ജിൻഡോ തന്നെ വിജയിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ഭൂരിഭാഗം ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും വിജയത്തിലേക്ക് നടന്നെടുക്കുകയാണ് താരമെന്നും ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഒരു ആരാധകൻ പറയുന്നു. ഇതൊരു രാജാവിൻ്റെ കഥയാണ്. രാജാക്കന്മാർ വാഴാത്ത നാട്ടുരാജ്യത്തിൻ്റെ അധിപൻ്റെ കഥ. ദൈവം ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് മഹോന്നതനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന രാജാതിരാജൻ്റെ കഥ. ബ്ലൂവിൽ പ്രിൻ്റുള്ള ഷർട്ടുമിട്ട് ഉള്ളു കുറഞ്ഞ മുടിയിൽ എണ്ണ പടർത്തി ഒതുക്കി ചീകിയപ്പോലുള്ള മുഖവുമായിട്ട് സീസൺ 6 രണ്ടാമനായി കയറി വന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞ് കണ്ണീർ പൊഴിച്ചൊരു പാവം മസിൽമാനെ ഈ 90 ദിവസങ്ങൾക്കിപ്പുറം ഞാൻ ഓർക്കുന്നു. റോക്കി, രതീഷ്, സിജോ, റസ്മിൻ, ഗബ്രി, ജാസ്മിൻ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന തലതൊട്ടപ്പന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ട് നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും അറിയാതെ അയാൾ ഒതുങ്ങി നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഗത്യന്തരമില്ലാതെ നിന്ന അവന് എല്ലാവരും ചേർന്നൊരു വിശേഷണം പട്ടം ചാർത്തിക്കൊടുത്തു. ഈ സീസണിലെ മണ്ടൻ ഇവൻ തന്നെ എന്ന പട്ടം. പാവത്തം തോന്നിയ കാരണം ആരൊക്കെയോ ചേർന്ന് അവൻ്റെ പേരിൽ തുടങ്ങിയ 20 പേർ തികച്ചില്ലാത്ത ആർമി ഗ്രൂപ്പിൻ്റെ അവസ്ഥയായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ പരിതാപകരം. പക്ഷേ എഴുതിത്തള്ളിയവർ അറബിക്കഥയിലെ നായകന്മാരെ പോലെ ആരും അറിയാതെ ഉറുമ്പ് ധാന്യം ശേഖരിക്കുന്ന ലാഘവത്തോടെ ഉയർന്നു വന്നു. അവൻ പോലും അറിയാതെ ശക്തരായ മത്സരാർത്ഥികൾ ഓരോന്നായി കൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അവൻ തന്നെ ജയിക്കണമെന്ന തീരുമാനം പോലെ തേച്ചുമിനിക്കെടുത്ത തൻ്റെ കഴിവുകൾ ഓരോന്നായി പുറത്തെടുത്തു ജനഹൃദയങ്ങളിലേക്ക് അയാൾ കുടിയേറി. പിന്നീട് നടന്നത് ചരിത്രം. വൈകിയാണെങ്കിലും ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥിയുടെ ജനനമായിരുന്നു പിന്നീട് കണ്ടത്. നമ്മളെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, എനിക്ക് കഴിവില്ല, അവരെല്ലാം വലിയ വലിയ ആളുകളാണ്, വിദ്യാസമ്പന്നരും ഉയർന്ന ആളുകളുമാണ്, ഞാൻ വെറും ഒരു അപ്പാവിയാണ് എന്ന തോന്നൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് തോന്നിത്തുടങ്ങിയാൽ ജിൻഡോ എന്ന മനുഷ്യൻ്റെ സീസൺ 6 യാത്ര ഒന്ന് പരിശോധിച്ചാൽ മതി. തോറ്റുപോയവർ ജയിച്ചു കയറിയെന്ന ഉദാഹരണങ്ങളും പ്രചോദനവും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അയാളുടെ വിജയത്തിൻ്റെ പൂർണ്ണത ഉറപ്പാക്കാൻ നിങ്ങളുടെ വോട്ട് മറക്കാതെ ചെയ്യണമെന്നും ആരാധകൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു.